ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റിൽ അടുത്തത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടൈം ആണ്. ടൈമിനെ ബേസ് ചെയ്തിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഹിസ്റ്റോറിക്കൽ കോസ്റ്റും പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റും. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇൻകേർഡ് കോസ്റ്റ് ആണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. നടന്നു കഴിഞ്ഞ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കോസ്റ്റ് ആണ്. ആക്ച്വൽ കോസ്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ് കോസ്റ്റ് എന്നൊക്കെ ഇതിനെ പറയാം. ഓൾറെഡി ഇൻകേർഡ് ആയിട്ടുള്ള കോസ്റ്റിനെയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് അസർട്ടൈൻ ആഫ്റ്റർ ദ ആക്ടിവിറ്റി ഇൻകേർഡ്, അല്ലെങ്കിൽ ഓൾറെഡി ഇൻകേർഡ് കോസ്റ്റ്, അതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ വരുന്നത്. ദെൻ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ്. പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഡിറ്റർമൈൻഡ് ഇൻ അഡ്വാൻസ്. ഒരു പ്രൊഡക്ഷൻ നടക്കുന്നതിന് മുൻപേ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി നടക്കുന്നതിന് മുൻപേ അതിന് എത്ര കോസ്റ്റ് വരും എന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഡിറ്റർമൈൻഡ് ഇൻ അഡ്വാൻസ്, അതായത് കോസ്റ്റ് വിച്ച് ഈസ് അസർട്ടൈൻഡ് ബിഫോർ ഇറ്റ് ഈസ് ഇൻകേർഡ്. ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി നടക്കുന്നതിന് മുൻപേ തന്നെ ആ ആക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ എത്ര കോസ്റ്റ് വരുന്ന നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുകയാണെങ്കിൽ അത് പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, ഓൾറെഡി ഇൻകേർഡ് കോസ്റ്റ്, പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ്, കോസ്റ്റ് ഡിറ്റർമൈൻഡ് ഇൻ അഡ്വാൻസ്. അടുത്തത് ബേസ്ഡ് ഓൺ നോർമാലിറ്റി. നോർമാലിറ്റിനെ ബേസ് ചെയ്തിട്ട് നോർമൽ കോസ്റ്റ് എന്നും അബ്നോർമൽ കോസ്റ്റ് എന്നും ക്ലാസിഫൈ ചെയ്യാം. നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു അൺഅവോയ്ഡബിൾ കോസ്റ്റ് ആണ്. നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായാലും ഒരു ഓർഗനൈസേഷന് നോർമൽ കോസ്റ്റ് ഉണ്ടാവും. നോർമൽ കണ്ടീഷനിൽ വരുന്ന കോസ്റ്റ് ആണ് ഇത്. നോർമലി ഇൻകേർഡ് അറ്റ് എ ഗിവൻ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻ നോർമൽ കണ്ടീഷൻ. അതായത് നമ്മളൊരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് വരുന്ന അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള കോസ്റ്റുകളെയാണ് നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ആ നോർമൽ കോസ്റ്റ് എന്തായാലും ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് ഇൻഹറന്റ് ഇൻ ദ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ എന്തായാലും നോർമൽ കോസ്റ്റ് വരും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെറ്റീരിയലിൽ ചിലപ്പോൾ വേസ്റ്റേജ് വരാം, അല്ലെങ്കിൽ മെറ്റീരിയൽ സ്പോയിലേജ് വരാം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിഫക്റ്റീവായിട്ട് ചില ഔട്ട്പുട്ട് ഡിഫക്റ്റീവായിട്ട് വരാം, അല്ലെങ്കിൽ ഐഡിയൽ ടൈം വരാം. ഇതെല്ലാം നോർമൽ കോസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ദെൻ അങ്ങനെ നോർമൽ കോസ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നോർമൽ കോസ്റ്റ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് ചാർജ് ചെയ്യും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെയാണ് നമ്മളത് കാണിക്കുന്നത്. ഇറ്റ് ഈസ് ചാർജ്ഡ് ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അടുത്തത് അബ്നോർമൽ കോസ്റ്റ് ആണ്. അബ്നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത് നോട്ട് നോർമലി ഇൻകേർഡ് അറ്റ് എ ഗിവൻ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻ നോർമൽ കണ്ടീഷൻ. അബ്നോർമൽ ആയിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് എക്സസ് ഓഫ് നോർമൽ കോസ്റ്റ്. നോർമൽ കോസ്റ്റിനെക്കാട്ടിലും അധികമാവുകയാണെങ്കിൽ അതിനെ അബ്നോർമൽ കോസ്റ്റ് എന്ന് പറയും. അപ്പോൾ വേസ്റ്റേജ് നമ്മൾ നോർമൽ കണ്ടീഷൻ അല്ലാതെ എക്സസീവ് വേസ്റ്റേജ് വരികയാണെങ്കിൽ അത് അബ്നോർമൽ കോസ്റ്റിൽ ഉൾപ്പെടുത്താം. അതേപോലെ സ്പോയിലേജ് നോർമൽ സ്പോയിൽ അല്ലാതെ എക്സസീവ് ആയിട്ട് സ്പോയിലേജ് വരികയാണെങ്കിൽ അത് അബ്നോർമൽ കോസ്റ്റിൽ പെടാം. അതേപോലെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെട്ടെന്നൊരു സ്ട്രൈക്ക് വന്നു, എംപ്ലോയീസിൻ്റെ ലേബർ കോസ്റ്റിൽ വരികയാണെങ്കിൽ പെട്ടെന്നൊരു സ്ട്രൈക്ക് വന്നു, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഫയർ വന്നു, ആക്സിഡന്റ് സംഭവിച്ചു, അങ്ങനെയുള്ള കോസ്റ്റുകളെല്ലാം അബ്നോർമൽ കണ്ടീഷനിൽ വരുന്നതാണ്. ഇതൊക്കെ അബ്നോർമൽ കോസ്റ്റിലാണ് ഉൾപ്പെടുത്തുന്നത്. അബ്നോർമൽ കോസ്റ്റ് ആണെങ്കിൽ അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ചാർജ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇറ്റ് ഈസ് ചാർജ്ഡ് ടു കോസ്റ്റിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട്. കോസ്റ്റിംഗ് പി ആൻഡ് എൽ അക്കൗണ്ടിലാണ് ഇത് കാണിക്കുന്നത്. ഇപ്പൊ നോർമൽ കോസ്റ്റ് ആണെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇൻഹറന്റ് ഇൻ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ എന്തായാലും ഉണ്ടാവും. നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള കോസ്റ്റ് ആണ്. നോർമൽ കണ്ടീഷൻ ഉണ്ടാകുന്നതാണ് നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ കാണിക്കും. അബ്നോർമൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ വരുന്ന കോസ്റ്റ് ആണ് അബ്നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത്. നോർമൽ കോസ്റ്റിനെക്കാട്ടിലും എക്സസ് ആയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് അബ്നോർമൽ കോസ്റ്റ് എന്ന് വിളിക്കാം. ഈ അബ്നോർമൽ കോസ്റ്റ് പി ആൻഡ് എൽ അക്കൗണ്ട്, കോസ്റ്റിംഗ് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്കാണ് ചാർജ് ചെയ്യുന്നത്. ഇനി അടുത്തത് ബേസ്ഡ് ഓൺ മാനേജീരിയൽ ഡിസിഷൻ. മാനേജീരിയൽ ഡിസിഷനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മാനേജീരിയൽ ഡിസിഷന് വേണ്ടിയിട്ട് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ്. ഫസ്റ്റ് വൺ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് റിലേറ്റിംഗ് ടു ദ സാക്രിഫൈസ് മെയ്ഡ് ഓർ ബെനിഫിറ്റ് ഫോർഗോൺ. നമ്മൾ വേണ്ടെന്ന് വെച്ച ബെനിഫിറ്റിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ വേണ്ടെന്ന് വെച്ച ബെനിഫിറ്റ് ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്തതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ലോസ് ഓഫ് ബെനിഫിറ്റ് ഫ്രം ദ റിജക്റ്റഡ് ഓൾട്ടർനേറ്റീവ്. അതായത് നമ്മുടെ മുന്നിൽ രണ്ട് ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ആ രണ്ട് ഓൾട്ടർനേറ്റീവ് നമുക്ക് അറ്റ് എ ടൈം തിരഞ്ഞെടുക്കാൻ പറ്റില്ല. ഒരു ഓൾട്ടർനേറ്റീവേ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഓൾട്ടർനേറ്റീവ് വേണ്ടെന്ന് വെക്കണം. അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് വേണ്ടെന്ന് വെക്കുമ്പോൾ ആ ഓൾട്ടർനേറ്റീവിന് കിട്ടുന്ന ബെനിഫിറ്റ്, ആ ഓൾട്ടർനേറ്റീവിന് വേണ്ടെന്ന് വെക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആ ഓൾട്ടർനേറ്റീവിന് കിട്ടുന്ന ബെനിഫിറ്റും കൂടെ വേണ്ടാന്ന് വെക്കും. ആ ബെനിഫിറ്റിനെയാണ്
ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ മുന്നിൽ നമുക്കൊരു 1 ലക്ഷം രൂപയുണ്ട്. ആ 1 ലക്ഷം രൂപ അതിന് 2 ഓൾട്ടർനേറ്റീവ് ആണ് നമ്മൾ കണ്ടുവച്ചിരിക്കുന്നത്. ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഷെയറിലും ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ 1 ലക്ഷത്തിൽ നിന്ന് 10% റിട്ടേൺ കിട്ടുന്നത്. അതേപോലെ ഷെയറിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ 1 ലക്ഷത്തിൽ നിന്ന് നമുക്ക് 12% റിട്ടേൺ കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ തീരുമാനിക്കണം ഏത് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യണമെന്ന്. സ്വാഭാവികമായിട്ട് നമ്മൾ റിട്ടേൺ കൂടുതലുള്ള ഓൾട്ടർനേറ്റീവ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ റിട്ടേൺ എന്ന് പറയുന്നത് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് 12% റിട്ടേൺ കിട്ടും. ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10% റിട്ടേണേ കിട്ടും. അപ്പോൾ ഇനിയൊരു ഓൾട്ടർനേറ്റീവ് കൂടെ ഉണ്ട്, നമുക്കതും കൂടെ പറയാം. ഇൻവെസ്റ്റ് ഇൻ ഡിബഞ്ചർ. ഡിബഞ്ചറിലും കൂടെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 9% നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. അങ്ങനെ ഒരു 3 ഓൾട്ടർനേറ്റീവ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു. 3 ഓൾട്ടർനേറ്റീവ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10% റിട്ടേൺ കിട്ടും. ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 12% റിട്ടേൺ കിട്ടും. അതേപോലെ ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 9% റിട്ടേൺ കിട്ടും. നമ്മൾ സ്വാഭാവികമായിട്ടും സെലക്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ റിട്ടേൺ തരുന്നത് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് 12%. നമ്മൾ എന്ത് ചെയ്യുന്നു? ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്നു. ഇനി ഏറ്റവും അടുത്ത നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഏതാണ്? അടുത്ത ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് തരുന്ന ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അത് നമ്മൾ എന്ത് ചെയ്തു? വേണ്ടെന്ന് വെച്ചിട്ടാണ് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആണ് എന്ത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ രണ്ടാമത്തെ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ കിട്ടും? 10,000. 1 ലക്ഷത്തിന്റെ 10% റിട്ടേൺ. അതായത് 10,000 rupees ആണ് നമുക്ക് അവിടെ റിട്ടേൺ കിട്ടുന്നത്. ഈ 10,000 rupees നമ്മൾ വേണ്ടെന്ന് വെച്ചു. അപ്പൊ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് 10,000 ആണ്. നമ്മൾ വേണ്ടെന്ന് വെച്ച ബെനിഫിറ്റ് ആണ് എന്ത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമ്മൾ റിജക്ട് ചെയ്ത ബെനിഫിറ്റ് ആണ്, റിജക്ട് ചെയ്ത നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അടുത്തത് സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഓൾറെഡി ഇൻകേർഡ് കോസ്റ്റിനെയാണ് സങ്ക് കോസ്റ്റ്. നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പറഞ്ഞാണ്. സങ്ക് കോസ്റ്റ് എന്താണ്? പാസ്റ്റ് കോസ്റ്റ് തന്നെയാണ്, ഓൾറെഡി ഇൻകേർഡ് കോസ്റ്റ് തന്നെയാണ്. ഇതിന് ഡിസിഷൻ മേക്കിങ്ങിന് വലിയ റെലവൻസ് ഒന്നുമില്ല. ദർ ഇസ് നോ റെലവൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മെഷീൻ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. മെഷീൻ റീപ്ലേസ് ചെയ്ത് വേറൊരു മെഷീൻ അതിന് പകരമായിട്ട് വാങ്ങിക്കാൻ സിമിലർ മെഷീൻ വാങ്ങിക്കാനായിട്ട് പോവാണ്. അപ്പൊ നമ്മൾ മെഷീൻ വാങ്ങിയത്, അതിന്റെ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്, നമ്മൾ ആ മെഷീൻ വാങ്ങിയത് 1 ലക്ഷം രൂപയ്ക്കാണ് ആ മെഷീൻ നമ്മൾ വാങ്ങിയത്. ഇന്ന് പക്ഷെ ആ മാർക്കറ്റിൽ ഇന്ന് അതേ മെഷീൻ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് 1,20,000 രൂപ കൊടുക്കണം. ഇന്ന് ആ മെഷീൻ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് 1,20,000 കൊടുക്കണം. നമ്മൾ വാങ്ങിയത് അത് 1 lakhനാണ്. അപ്പൊ ഈ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇൻകേർഡ് ആയിട്ടുള്ളതാണ്. പിന്നെ ഈ പർച്ചേസ് പ്രൈസ് നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പർച്ചേസ് പ്രൈസ് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്താ നോക്കേണ്ടത്? ആ സിമിലർ മെഷീന്റെ മാർക്കറ്റ് വാല്യൂ, ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ ആണ് നോക്കേണ്ടത്. അവിടെ പർച്ചേസ് പ്രൈസ് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്താണ്? ഒരു മെഷീൻ റീപ്ലേസ് ചെയ്യുമ്പോൾ അതിന്റെ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് സങ്ക് കോസ്റ്റിൽ വരുന്നതാണ്. അത് പാസ്റ്റ് കോസ്റ്റ് ആണ്. അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതിനൊരു റെലവൻസും ഇല്ല. അപ്പൊ നമ്മൾ നോക്കേണ്ടത് മാർക്കറ്റ് വാല്യൂ ആണ്. അപ്പൊ സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് കോസ്റ്റ് ആണ്, ഓൾറെഡി ഇൻകേർഡ് കോസ്റ്റ് ആണ്. There is no relevance in decision making. Okay, അടുത്തത് imputed and or notional cost. Imputed or notional cost എന്ന് പറഞ്ഞാൽ hypothetical cost ആണ്. Hypothetical cost എന്ന് പറഞ്ഞാൽ imaginary cost. Imaginary cost എന്ന് പറഞ്ഞാൽ which doesn't involve any cash outflow. നമുക്കത് പേരിന് മാത്രമാണ് imputed cost അല്ലെങ്കിൽ notional cost എന്ന് പറയുന്നത്. അവിടെ ഒരു ക്യാഷ് എക്സ്പെൻഡിച്ചറും അതിന് വരുന്നില്ല, ഒരു ക്യാഷ് ഔട്ട്ഫ്ലോയും അതിന് വരുന്നില്ല. അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് ഇംപ്യൂട്ടഡ് ഓർ നോഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഡസന്റ് ഇൻവോൾവ് എനി ക്യാഷ് ഔട്ട്ഫ്ലോ. ഒരു ക്യാഷ് എക്സ്പെൻഡിച്ചറും ഒരു ക്യാഷ് ഔട്ട്ഫ്ലോയും അവിടെ വരുന്നില്ല. അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് ഇംപ്യൂട്ടഡ് എന്ന് പറയുന്നത്. ഇത് ഇമാജിനറി കോസ്റ്റ് ആണ്. എക്സാമ്പിൾ പറഞ്ഞുതരാം. റെന്റ് ഓഫ് ഓൺ ദ ബിൽഡിംഗ്. അതായത് നമ്മൾ നമ്മുടെ ബിൽഡിങ്ങിൽ തന്നെയാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്.
കൊടുക്കുന്നത്. പക്ഷെ എന്താണ് അതിന്റെ റെന്റ്? അപ്പോൾ ഓണർക്ക് അത് റെന്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ബിസിനസ്മാൻ അയാളുടെ സ്വന്തം ബിൽഡിങ്ങിൽ തന്നെയാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൾക്ക് റെന്റ് കൊടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? പക്ഷെ ആ റെന്റ് കാൽക്കുലേറ്റ് ചെയ്യും. റെന്റ് അവിടെ ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് വേണ്ടി മാത്രം ആ റെന്റ് എത്രയാണ്, റെന്റിനെ കുറിച്ചിട്ട് അസർട്ടൈൻ ചെയ്യും. അതാണ് ഇംപ്യൂട്ടഡ് ഓർ നോഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്. ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്. നമ്മളവിടെ എന്താണ്? അവിടെ ക്യാഷ് എക്സ്പെൻഡിച്ചർ, ഇറ്റ് ഇൻവോൾവ്സ് ക്യാഷ് എക്സ്പെൻഡിച്ചർ. ക്യാഷ് എക്സ്പെൻഡിച്ചർ അവിടെ ഉണ്ട്, ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവും. ഔട്ട് ഓഫ് പോക്കറ്റ്, പോക്കറ്റിൽ നിന്ന് പൈസ പോയി, അതായത് എന്താണ് അവിടെ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ട്. ക്യാഷ് എക്സ്പെൻഡിച്ചർ, ആക്ച്വൽ ക്യാഷ് എക്സ്പെൻഡിച്ചർ വരുന്നു. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷനിൽ വരുന്ന അതായത് റെന്റ് പെയ്ഡ്, സാലറി പെയ്ഡ്, അങ്ങനെ ക്യാഷ് പെയ്ഡ് ടു ഔട്ട്സൈഡേഴ്സ് എല്ലാം ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റിൽ വരുന്നതാണ്. ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവും. ഇമ്മീഡിയറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടെങ്കിൽ അത് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ആണ്. ഒരു ആക്ടിവിറ്റി നടന്നു, അവിടെ ഇമ്മീഡിയറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടെങ്കിൽ അത് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ആണ്. അടുത്തത് ഷട്ട് ഡൗൺ കോസ്റ്റ്. ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഇൻകേർഡ് ഈവൻ ഇഫ് പ്ലാന്റ് ഈസ് ഷട്ട് ഡൗൺ ഫോർ എ ടെമ്പററി പർപ്പസ്. നമ്മളൊരു പ്ലാന്റ് അല്ലെങ്കിൽ നമ്മളൊരു ഫാക്ടറി ഷട്ട് ഡൗൺ ചെയ്താലും ചില കോസ്റ്റുകൾ അവിടെ തന്നെ നിലനിൽക്കും. അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടെമ്പററി, അതായത് ഒരു 3 മാസത്തേക്ക് അല്ലെങ്കിൽ 1 മാസത്തേക്ക്, ടെമ്പററി ഒരാഴ്ചത്തേക്ക്, നമ്മൾ നമ്മുടെ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ 3 മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു ടെമ്പററി പീരീഡിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഫാക്ടറി അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് ക്ലോസ് ചെയ്താലും ചില കോസ്റ്റുകൾ അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെയുള്ള കോസ്റ്റ് ആണ് ഫാക്ടറി ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഫാക്ടറി ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് റെന്റ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. റെന്റ് കൊടുക്കണം. ഫാക്ടറി ക്ലോസ് ചെയ്താലും റെന്റ് കൊടുക്കണം. അതേപോലെ ഇൻഷുറൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. ഫാക്ടറി ക്ലോസ് ചെയ്ത് പ്രൊഡക്ഷൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇൻഷുറൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. ദെൻ അതിലുള്ള മെഷീൻസിന് മെയിൻ്റെനൻസ് എക്സ്പെൻസ് വരും. അപ്പൊ ഇതെല്ലാം എന്താണ്? ഒരു പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്താലും അല്ലെങ്കിൽ ഒരു ഫാക്ടറി ഷട്ട് ഡൗൺ ചെയ്താലും വരുന്ന കോസ്റ്റുകളാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്താലും ചില കോസ്റ്റുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് റീപ്ലേസ്മെന്റ് കോസ്റ്റ് ആണ്. റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് റീപ്ലേസിംഗ് ആൻ അസറ്റ്, അതായത് എമൗണ്ട് റിക്വയർഡ് ടു റീപ്ലേസ് ആൻ അസറ്റ്. അതായത് പ്രസന്റ് അസറ്റ്, നമ്മുടെ കയ്യിലുള്ള നിലവിലുള്ള അസറ്റ് റീപ്ലേസ് ചെയ്യാൻ എത്ര കോസ്റ്റ് വരും. നിലവിലുള്ള അസറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞതാണ്. ഇപ്പൊ നമുക്കൊരു മെഷീനറി ഉണ്ട്, 1 lakhന് വാങ്ങിച്ചതാണ്. 10 വർഷം മുൻപ് നമ്മൾ 1 lakhന് വാങ്ങിച്ചതാണ്. ഇപ്പൊ അതേ മെഷീനറി മാർക്കറ്റില് 1.5 ലക്ഷം രൂപയ്ക്കാണ് കിട്ടുന്നത്. അപ്പൊ എന്താണ്? നമ്മൾ വാങ്ങിച്ച മെഷീനറിയുടെ വില 1 ലക്ഷമാണ്. ഇപ്പൊ അതിന്റെ മാർക്കറ്റ് വാല്യൂ, അതേപോലുള്ള സിമിലർ മെഷീന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1,50,000 ആണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ മെഷീനറി, നമ്മുടെ എക്സിസ്റ്റിംഗ് മെഷീനറി റീപ്ലേസ് ചെയ്യണമെങ്കിൽ എത്ര രൂപ വേണം? 1,50,000 രൂപ കൊടുത്താലേ ആ സിമിലർ മെഷീൻ മാർക്കറ്റിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പൊ റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 1,50,000 ആണ്. ഓക്കെ, അപ്പൊ റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് റിക്വയർഡ് ടു റീപ്ലേസ് ആൻ എക്സിസ്റ്റിംഗ് അസറ്റ് വിത്ത് എ സിമിലർ അസറ്റ്. ഓക്കെ, അടുത്തത് ഡിഫറൻഷ്യൽ കോസ്റ്റ് ആണ്. ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. അതായത് നമുക്കൊരു കാര്യം ചെയ്യാൻ ഒന്നിലധികം ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഇപ്പൊ നിലവിലുള്ള ഒരു ആക്ഷൻ മാറ്റി പുതിയൊരു ആക്ടിവിറ്റി കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന ഡിഫറൻസ് ഇൻ കോസ്റ്റ് ആണ് ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡിഫറൻഷ്യൽ കോസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, എന്നാലും പറയാം. ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ലേബർ ഉപയോഗിച്ചിട്ടാണ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലേബർ ഉപയോഗിച്ചിട്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് 1 lakh ആണ് ചാർജ് വരുന്നത്. നമ്മൾക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് അത് മെഷീൻ ഉപയോഗിച്ചിട്ടും പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് കോസ്റ്റ് വരുന്നത് 1,20,000 ആണ്. അപ്പൊ ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ഓൾട്ടർനേറ്റീവും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ലേബർ ഉപയോഗിച്ച് ഇപ്പൊ മെഷീൻ ഉപയോഗിക്കാൻ പോവാണ്. ഒരു ഓൾട്ടർനേറ്റീവ് നിന്ന് വേറൊരു ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്തു. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ കോസ്റ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. ആ കോസ്റ്റ് ഡിഫറൻസിനെയാണ് ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ 20,000 ആണ് വ്യത്യാസം വന്നത്. ഈ 20,000 കൂടിയോ കുറഞ്ഞോ അതാണ് നോക്കേണ്ടത്. 20,000 ഇൻക്രീസ് ചെയ്തു കഴിഞ്ഞാൽ അത് ഇൻക്രിമെന്റൽ കോസ്റ്റ് ആണ്.
കോസ്റ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിക്രീസിങ് കോസ്റ്റ്, ഡിക്രിമെന്റൽ കോസ്റ്റ് എന്ന് പറയും. ഇപ്പൊ ഡിഫറൻഷ്യൽ കോസ്റ്റ്. അടുത്തത് മാർജിനൽ കോസ്റ്റ് ആണ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ എക്സ്ട്രാ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര കോസ്റ്റ് വരുമെന്ന് എന്നതാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിന് അവിടെ രണ്ട് കോസ്റ്റ് ഉണ്ട്, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ഉണ്ട്. പക്ഷെ മാർജിനൽ കോസ്റ്റിന്റെ അകത്ത് വേരിയബിൾ കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അടുത്തത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ്. പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അത് പ്രീ ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ സയന്റിഫിക് ബേസിസിലാണ് നമ്മൾ പ്രീ ഡിറ്റർമൈൻ ചെയ്യുന്നത്. കോസ്റ്റ് ഇൻകേർഡ് അണ്ടർ നോർമൽ കണ്ടീഷൻ എന്നും പറയാം. അതായത് നോർമൽ കണ്ടീഷനിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ എത്ര കോസ്റ്റ് വരും എന്ന് പ്രീ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ഡിസൈഡ് ഇൻ അഡ്വാൻസ് ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് കൺവേർഷൻ കോസ്റ്റ് ആണ്. കൺവേർഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽ ഇൻടു ഫിനിഷ്ഡ് ഗുഡ്സ്. അതായത് ഒരു റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റാൻ എത്ര കോസ്റ്റ് വരും, അതിനെയാണ് കൺവേർട്ടിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റാൻ അവിടെ മെറ്റീരിയൽ ആവശ്യമായിട്ട് വരും, മെറ്റീരിയൽ കോസ്റ്റ് വരും, ലേബർ ആവശ്യമായിട്ട് വരും, ലേബർ കോസ്റ്റ് ഉണ്ടാവും. ഇത് കൂടാതെ അതർ എക്സ്പെൻസസ് വരും. അപ്പൊ ഇത്രയുമാണ് കോസ്റ്റ് കൺവേർട്ടിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ, ലേബർ ആൻഡ് അതർ എക്സ്പെൻസസ്. കോസ്റ്റ് ഓഫ് കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽ ഇൻടു ഫിനിഷ്ഡ് ഗുഡ്സ്. അടുത്തത് റെലവന്റ് കോസ്റ്റ് ആണ്. റെലവന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് വിച്ച് ഹാസ് എ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ മാനേജീരിയൽ ഡിസിഷൻ. അതായത് മാനേജീരിയൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഏറ്റവും ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോസ്റ്റ് ആണ് റെലവന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അത് മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കോസ്റ്റ്. ഡിസിഷൻ എടുക്കാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കോസ്റ്റിനെയാണ് റെലവന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു ബിൽഡിംഗ് 2 ഫ്ലോർ ഉണ്ട്, പക്ഷെ നമ്മൾ അതിൽ ഒരു ഫ്ലോർ ആണ് ഇപ്പൊ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. ഒരു ഫ്ലോർ ആണ്, ഫസ്റ്റ് ഫ്ലോർ മാത്രമാണ് ഇപ്പൊ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പ്ലാൻ ചെയ്യാണ് എക്സ്പാൻഡ് ചെയ്യാൻ, നമ്മുടെ പ്രൊഡക്ഷൻ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തപ്പോൾ നമുക്ക് സെക്കൻഡ് ഫ്ലോറും കൂടെ വേണ്ടി വന്നു. അപ്പൊ ഈ സെക്കൻഡ് ഫ്ലോറും കൂടെ വാടകയ്ക്ക് എടുക്കുമ്പോൾ മൊത്തം 70,000 രൂപ നമ്മൾ റെന്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. ആദ്യം നമ്മൾ കൊടുത്തത് 50,000 ആണ്. ഇപ്പൊ നമുക്ക് എത്ര കൊടുക്കേണ്ടതായിട്ട് വരും? 70,000 കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ എത്രയാണ്? 20,000 ആണ് റെലവന്റ് കോസ്റ്റ്. 20,000 എന്ന് പറഞ്ഞാൽ 50,000 നമ്മൾ നോക്കേണ്ട കാര്യമില്ല, കാരണം 50,000 നമ്മൾ ഓൾറെഡി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ 2 ഫ്ലോർ, ഇപ്പൊ ഇനി ആ സെക്കൻഡ് ഫ്ലോറും കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 70,000 ആണ്. അതിൽ 50,000 നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി കൊടുക്കുന്നതാണ്. ബാക്കി എന്താണ്? ഈ 20,000 ആണ് റെലവന്റ് കോസ്റ്റ്. ഇതാണ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. ആ 20,000 വെച്ചിട്ടാണ് സെക്കൻഡ് ഫ്ലോർ എടുക്കണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കുന്നത്. റെലവന്റ് കോസ്റ്റ്, അതായത് മാനേജറിയൽ ഡിസിഷനെ സ്വാധീനിക്കുന്ന കോസ്റ്റ് ആണ് ഇത് റെലവന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഡിസിഷൻ മേക്കിങ്ങിന്റെ ബേസിസിൽ, അല്ലെങ്കിൽ മാനേജറിയൽ ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്ന കോസ്റ്റുകൾ, അല്ലെങ്കിൽ അതിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്ന കോസ്റ്റുകളാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമ്മൾ വേണ്ടെന്ന് വെച്ച ബെനിഫിറ്റ് ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. സങ്ക് കോസ്റ്റ് പാസ്റ്റ് കോസ്റ്റ് ആണ്. ഇംപ്യൂട്ടഡ് ഓർ നോഷണൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിനറി കോസ്റ്റ് ആണ്. അവിടെ ക്യാഷ് എക്സ്പെൻഡിച്ചർ ഒന്നും തന്നെ വരില്ല. ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് എക്സ്പെൻഡിച്ചർ, ഇമ്മീഡിയറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടെങ്കിൽ, ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും എന്നുണ്ടെങ്കിൽ അത് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ആണ്. ഷട്ട് ഡൗൺ കോസ്റ്റ്, ടെമ്പററി ആയിട്ട് ഒരു ഫാക്ടറി ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാലും ഉണ്ടാവുന്ന കോസ്റ്റ് ആണ് ഷട്ട് ഡൗൺ കോസ്റ്റ്. റീപ്ലേസ്മെന്റ് കോസ്റ്റ്, ഒരു എക്സിസ്റ്റിംഗ് അസറ്റ് റീപ്ലേസ് ചെയ്ത് സിമിലർ അസറ്റ് വാങ്ങിക്കാൻ എത്ര കോസ്റ്റ് വരും, അതാണ് റീപ്ലേസ്മെന്റ് കോസ്റ്റ്. ഡിഫറൻഷ്യൽ കോസ്റ്റ്, അതായത് ചേഞ്ചിങ് കോസ്റ്റ്, അതിനെയാണ് ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ചേഞ്ചിങ് കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ചിങ് alternative. Marginal cost, cost of producing extra unit, considers only variable cost. Standard cost means predetermined cost. Conversion cost means cost of converting raw material into finished goods. Then relevant cost, cost which has a direct influence on managerial decision making. ഇത്രയുമാണ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് വരുന്നത്.